സോ ഇനി നമ്മൾ സൺട്രി ക്രെഡിറ്ററിനെ സൺട്രി ഡെപ്റ്ററിനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സൺട്രി നമുക്ക് ആദ്യം കുറച്ച് സൺട്രി ക്രെഡിറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വന്നു, ക്രിയേറ്റിൽ ലെഡ്ജർ എടുത്തു. ആദ്യത്തെ ആളുടെ പേരെന്താ? വൺ മൊബൈൽ. സി ഓൾട്ട് കൺട്രോൾ വി. സൺട്രി ക്രെഡിറ്റർ ആണ് അല്ലെ? സൺട്രി ക്രെഡിറ്റർ ആണ്. ആളുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്യുവാണ്. KA എന്ന് പറഞ്ഞ കർണാടകയാണ് കേട്ടോ. സോ കർണാടകയാണ് കോഡ്. പിൻകോഡ് വേണം. പിൻകോഡ് കൊടുത്തിട്ടില്ല, പിൻകോഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. സോ നമുക്ക് പിൻകോഡ് കൊടുക്കുന്നില്ല. പാൻ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണ്, GSTN കൊടുക്കണം. നമ്മളത് റെഗുലർ ആയ GST ഉള്ള ഒരാളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഒരാളാണ് ഇത്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, സോ അക്സെപ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ ആൾ ഡൽഹി എന്നുള്ള ആളാണ്. സോ നമ്മൾ രണ്ടാമത്തെ ആളുടെ പേര് അറ്റ്ലാന്റിക് മൊബൈൽസ്. കൺട്രോൾ സി ഓൾട്ട് കൺട്രോൾ വി. സൺഡേ ക്രെഡിറ്റർ ആണ്, അറ്റ്ലാന്റിക് മൊബൈൽസ്. അഡ്രസ് എന്താണ്? ഈ അഡ്രസ് ഉള്ള അഡ്രസ് ആണ് കേട്ടോ, നമ്മൾ പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. കൺട്രോൾ വി. ചാന്ദിനി ചൗക്ക് ഡൽഹി എന്ന് കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഈ ആൾ ഇരിക്കുന്നത് ഡൽഹിയിലാണ്, അതുകൊണ്ട് നമ്മൾ ഡൽഹി കൊടുക്കണം. പിൻകോഡ് എത്രയായിരുന്നു? 110006. ആളും റെഗുലർ GST പേഴ്സൺ ആണ്. സോ GSTN നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കർണാടകയുടെ GSTN സ്റ്റാർട്ട് ചെയ്യുന്നത് 29-ലാണ്, ഡൽഹിയുടേത് സ്റ്റാർട്ട് ചെയ്യുന്നത് 07-ലാണ്. സോ അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് കോഡ് എന്ന് പറയുന്നത്. സോ കർണാടകയുടെ സ്റ്റേറ്റ് കോഡ് 29 ആണ്, ഡൽഹിയുടെ സ്റ്റേറ്റ് കോഡ് 07 ആണ്. സോ മൂന്നാമത് ഒരാളെയും കൂടി നമ്മൾ കൊടുക്കുവാണ്. നമുക്കൊരു സർവീസ് പർച്ചേസ് ചെയ്യാൻ, സർവീസ് സെയിൽ ചെയ്യാനൊക്കെ ആയിട്ടാണ്, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് സർവീസ് പ്രൊവൈഡർ ആണ്, പ്രിസിഷൻ ഇന്റീരിയർ. സൺട്രി ക്രെഡിറ്റർ. എന്താണ് അഡ്രസ്? ഷോപ്പ് നമ്പർ 789 AK Road. BTM ലേഔട്ട് വരെ ഫസ്റ്റ് ലൈനിൽ കൊടുക്കുന്നത്. ബാംഗ്ലൂർ കർണാടക. ഓക്കെ, സോ ഞങ്ങൾ കർണാടകയാണ്, പിൻകോഡ് 560076. ഓക്കെ, രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണ്, GSTN കൊടുക്കണം. നമ്മൾ GSTN അവിടെ കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മുടെ 3 സൺഡേ ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സൺഡേ ഡെപ്റ്റേഴ്സിനെ കൂടി ക്രിയേറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മൊബൈൽ വേൾഡിനെയാണ്. സോ ഇവരെ 3 സൺഡേ ക്രെഡിറ്റേഴ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ 3 സൺഡേ ഡെപ്റ്റേഴ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ആള് മൊബൈൽ വേൾഡ് ആണ്. സോ സെയിം സംഭവം തന്നെയാണ്. ഇവിടെ എന്താണ്? സൺഡേ ഡെപ്റ്റർ ആണ്. ഇതാണ് ഒരു ചേഞ്ച്. ഇവിടെ സൺഡേ ക്രെഡിറ്ററിന് പോലെ നമ്മൾ ലെഡ്ജർ തന്നെയാണല്ലോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. മൊബൈൽ വേൾഡിന്റെ അഡ്രസ് എന്താ? ഷോപ്പ് നമ്പർ സ്റ്റോർ കർണാടകയാണ്. പിൻകോഡ് നമ്മൾ ഇതിനും പിൻകോഡ് കൊടുക്കുന്നില്ല. പിൻകോഡ് നിർബന്ധമില്ല, കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. GSTN കൊടുക്കുന്നുണ്ട്. അടുത്തത് 5G മൊബൈൽസ്. ാണ് അഡ്രസ് കൊടുക്കാം. നമുക്ക്
കേരളയാണ്. കേരള പിൻകോഡ് എത്രയായിരുന്നു? 68 35 68 35 40. പെരുമ്പാവൂരിന്റെ ഒറിജിനൽ പിൻകോഡാണ്. റെഗുലർ ആണ്. GSTN ഇനി ഒരു സർവീസ് റിസീവറിനെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഹെവൻലി ഇവന്റ്സ് കൺട്രോൾ V ആൻഡ് ഡെപ്റ്റ്. അഡ്രസ് വരുന്നത് മെയിൻ റോഡ് കർണാടക ഇന്ത്യ ആണ്. പിൻകോഡ് 560075. റെഗുലർ ആണ്. GSTN കൊടുക്കണം. നമ്മൾ GSTN കൊടുക്കുകയാണ്. കൺട്രോൾ C Alt കൺട്രോൾ V സെറ്റ് ചെയ്തു. സോ ഇത്രയാണ് നമുക്കുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.